അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലിയൊരു തമാശ കാണിച്ചുതരാം. ഇതാ കടന്നു വരുന്നു കാലം കാതോർത്ത നിങ്ങളുടെ പേടി സ്വപ്നമായ ഞങ്ങളുടെ വന്യരായ ശൈഖുന. മുമ്പൊക്കെ ഓരോ മഹാനെ പറ്റി പറയുമ്പോ മടവൂര് ഇങ്ങനെയൊക്കെയല്ലേ വല്ല, ഇപ്പൊ ഇല്ലല്ലോ, പോയില്ലേ. ഇപ്പൊ ആ മുഖം കാണുമ്പോ ഉടനെ വരുന്ന മുഖതാണ് എവിടെത്തിയത്. ചൂരിദാറിട്ട് വർണ്ണച്ചിരുതൂകി പോകും മഞ്ചത്തിയേ. ഈ പുറവട്ടൂരുകൾ കാര്യമായിട്ട് അവരുടെ പണി എന്താണെന്നറിയോ? ഗ്രൂപ്പുകളിലൊക്കെ ഒളിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതാക്കളും പ്രഭാഷകരുമായ ആളുകള് അവർ ഈ വാട്സപ്പിന്റെ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ നിന്ന് ആ ഗ്രൂപ്പുകളിൽ വരുന്ന വോയിസുകൾക്കൊക്കെ മറുപടി പറയാന്ന് പറഞ്ഞാല് ഇവിടെ കേൾക്കും. നമ്മളെ ചിലപ്പോ ചില വെല്ലുവിളികളൊക്കെ നടത്തും, അവരെ മെൻഷൻ ചെയ്ത് സംസാരിക്കും. അതിനൊന്നും മറുപടി ഒന്നും ഉണ്ടാവില്ല, അതിനൊന്നും മാന്നും ഉണ്ടൂല. ഒക്കെ കേട്ടിട്ട് അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാണ്ടെങ്കിൽ അതെടുത്തിട്ട് ക്ലിപ്പാക്കാണ് വരുന്നത്. ആ കൂട്ടത്തിൽ ഇവരെ രസകരമായ ഒരു അനുഭവം അതാണ് നമുക്ക് കാണുന്നത്. ആദ്യം നമുക്ക് ആ പ്രസംഗം ഒന്ന് കേട്ടോക്കെ. ഇന്നലെ ഒരു സക്കാഫി വന്നിട്ട് പറയുന്നുണ്ട്, ഈ മൂന്നെണ്ണത്തിനെ കൊണ്ടുള്ള ഒരു ശല്യം ചില്ലറൊന്നുമല്ല. ഈ മൂന്നെണ്ണത്തിനെ തൂക്കിക്കൊല്ലാൻ വല്ല വകുപ്പുണ്ടോ എന്നാ ചോദിക്കണം. എവിടെ എത്തി നിങ്ങൾ? ഇത് ചോദിക്കേണ്ട അവസ്ഥ ഏത് ആളുകളല്ല, വലിയ സഖാഫിമാർ വന്നാ ചോദിക്കണ്. ഇവരെ കൊണ്ടുള്ള ശല്യം ചില്ലറയല്ല. നിങ്ങളുടെ മുഴുവൻ അകങ്ങളിലും ഞങ്ങൾ കയറി ചെന്ന് നിങ്ങളുടെ ബിദ്അഈ വാദങ്ങൾ പുറത്തു വലിച്ചിട്ട് നിങ്ങളുടെ കള്ളത്തരങ്ങൾ അത് പുറത്തേക്കിട്ട് നിങ്ങളിവിടെ മതപരമായും ദീനീപരമായും ഒന്നുമല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങളുടെ മശായിഖന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മതത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വഹാബികൾ അങ്ങനെ വെറുതെ പറയില്ല, അവരങ്ങനെ വെറുതെ പറയില്ല, അവർക്ക് കാര്യം മനസ്സിലായി. ഇനി അതിൽ തന്നെ കൊണ്ടുവന്ന ആളാണ് ഈ നൗഷാദ് ഹസനി. ഇന്നിപ്പോൾ നൗഷാദ് ഹസനി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മുജാഹിദുകൾക്കെതിരല്ല, പേരോടിനെതിരെ, പേരോടിന് വളരെ മോശമായി സംസാരിക്കുന്ന, അതുപോലെ ഇപ്പോൾ APAക്കെതിരെ, അതായത് കാന്തപുരത്തിനെതിരെ തന്നെയും സംസാരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ അതിനെ നിങ്ങൾ കുറ്റം പറയാ, തെറി പറയാ, എന്തോ പേരിട്ടോളൂ, ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകും. നൗഷാദ് പറഞ്ഞത് കേട്ടല്ലോ. ഇനി എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. CKM സക്കാഫിസ്ഥാൻ മൂപ്പര് ഞങ്ങളെ ഗ്രൂപ്പിൽ എല്ലാവരും കൂടി സംസാരിക്കണ കൂട്ടത്തിൽ മജീദ് ഹസനോട് തമാശ രൂപേണ ഒരു ചോദ്യം ചോദിക്കണം. തിരിച്ചും കൂടെ വോയിസ് കേട്ടാൽ മനസ്സിലാകും. അടുത്ത കളിപ്പിൽ ബിറ്റള തൂക്കിക്കൊല്ലാൻ വല്ല ഇതുണ്ടോന്ന്. അല്ലോ, അത് വലിയൊരു അംഗീകാരമായി എടുത്തിട്ട് വലിയ സംഭവമാണ്, ഞങ്ങളെ കൊണ്ട് AP ഗ്രൂപ്പ് ഇടങ്ങാറായിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് കേൾപ്പിക്കാം. ആദ്യം സക്കാഫിന്റെ വോയിസ് ഒന്ന് കേൾക്കി നോക്കട്ടെ. ഈ മൂന്നെണ്ണത്തിനെ തൂക്കിലേറ്റാൻ വല്ല വകുപ്പുണ്ടോ? അല്ലാതെ ചോദിച്ച എന്തൊരു ശല്യാണ് റേറ്റുകളെ കൊണ്ട് സമൂഹത്തില്. ഇമാതിരി ശല്യം ഈ ദുനിയാവില് വേറെ ഉണ്ടാവൂല. എല്ലാ നന്മനും മുടക്കുക, കുത്തിത്തിരിപ്പും ഫസാദും ഉണ്ടാക്കുക. ഇറ്റുങ്ങളെ തൂക്കിലേറ്റാൻ വല്ല വകുപ്പുണ്ടോ? ഇന്ത്യൻ നിയമത്തിൽ എന്തെങ്കിലും വകുപ്പുണ്ട് ഇറ്റുങ്ങളെ മൂവിനെ തൂക്കിലേറ്റാൻ? ഒരട്ടം പോരാ, ഒരു 10 വട്ടം ഏറ്റവും ചുരുങ്ങി തൂക്കിലേറ്റണം. നടക്കുവോ? വല്ല തൂക്കിലേറ്റിയാ പിന്നെയും തൂക്കിലേറ്റണമെന്ന്, ശിക്ഷ മാറ്റി വെച്ചാ പിന്നെയും മാറ്റി വെക്കണം. കണ്ടില്ല നിങ്ങൾ ആശ? അപ്പൊ ഇതാണ് സക്കാഫിസ്ഥാ പറഞ്ഞത്. ആര് തമാശയായിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. അതിനെന്താ പറയണെന്നല്ലോ, ഞങ്ങൾ ഈ 3 അടുപ്പും കല്ലുകൾ ഈ അടുപ്പും കല്ലിലിട്ട് നിങ്ങളൊക്കെ സകലത്തിൻ്റെയും ഉള്ളു വന്നിട്ടുണ്ട് എന്ന വലിയ ഗീർവാണം വഴക്കാണ്. അടുപ്പും കല്ലിൽ വേവിച്ചിങ്ങനെ എടുത്തപ്പോ ഒരൊറ്റ ഒന്നില്ലാതെ ഉള്ളു കലങ്ങി പോയിട്ടുണ്ട്. ഇതെന്താ പറയണെന്നൊരു, നിങ്ങൾ ലക്ഷങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ കുറച്ച് പോരേന്ന്. നമ്മളെന്തിനാ കൂടുതല്? പല സംഭവമുണ്ട്. 30,000 30 ലക്ഷം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ 3 പോരെ. അത് ശരിയാണ്. നഞ്ഞെന്തിനാ നാനായിന് കാരണന്മാർ ചോദിക്കാറുണ്ട്. നഞ്ഞ് കുറച്ച് മതി. ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 1 ലിറ്ററോ ഒരു 10 ലിറ്ററോ വെള്ളത്തിൽ ഒരല്പം വിഷം വെച്ചാൽ അത് തീരുമാനമാകും. അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. നഞ്ഞ് കുറച്ച് മതി. എന്നിട്ട് പിന്നെ അടുത്ത ചോദ്യം എന്താ, നിങ്ങൾ എന്തിനാ അത് കേട്ടോളൂ, നിങ്ങൾ അത് കേട്ടിട്ട് ബാക്കി. ഇപ്പൊ ഞങ്ങളെ പിന്നാലെ കൂടല്ലേ വലിയൊരു പണി. നമ്മൾ എങ്ങോട്ട് പോകണമെന്നാ നോക്കിക്കണം. ഞങ്ങള് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോകുന്നതല്ലേ, ഞങ്ങളെ മെമ്പർഷിപ്പിൽ ഇല്ലല്ലോ. ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ മശായിഖന്മാർ സമ്മതം തന്ന എല്ലായിടത്തും ഞങ്ങൾ പോകും.
സൗഹൃദ സന്ദർശനങ്ങളും കേരളത്തിൽ അറിയപ്പെട്ട സ്ഥാപനങ്ങളുണ്ടോ ആളുകളുണ്ടോ അവരൊക്കെ കാണാനും ഞങ്ങൾ പോകും. എന്തായാലും നിങ്ങളെക്കാൾ ഉഷാറാന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അടുത്ത ക്ലിപ്പ് കേട്ടോ കാണി. അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാടോ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങളെ പുറത്താക്കിയതല്ല നിങ്ങളെന്തിനാ ഞങ്ങളെ പിന്നാലെ നടക്കുന്നത്? നിങ്ങൾ ഞങ്ങളെ പുറത്താക്കിയതല്ലേ? അത് ബഹുരസാണ്. പിന്നെ വേറെ പ്രസംഗത്തിൽ പറയണു പിന്നെ ഞങ്ങൾ നിങ്ങളെടുത്ത് നിന്ന് പോകുന്നതല്ലേ. നമുക്ക് രണ്ടോന്ന് കേട്ടോക്ക. ഞങ്ങള് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോകുന്നതല്ലേ, ഞങ്ങളാ മെമ്പർഷിപ്പിൽ ഇല്ലല്ലോ ഇപ്പോൾ. അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാടോ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങളെ പുറത്താക്കിയതല്ല ഞങ്ങള് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോകുന്നതല്ലേ, ഞങ്ങളാ മെമ്പർഷിപ്പിൽ ഇല്ലല്ലോ ഇപ്പോൾ. അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാടോ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങളെ പുറത്താക്കിയതല്ല വൈരുദ്ധ്യം അതാണല്ലോ കുരുവട്ടൂർ ടൂറിസത്തിന്റെ ആകത്തുക. ആദ്യം പറയും പുറത്താക്കിയതാണെന്ന്, പിന്നെ പറയും പോകുന്നതാണെന്ന്, ആദ്യം പറയും 13-ാം തീയതി ബന്ധപ്പെട്ട് നിമിഷപ്രിയ വിഷയത്തിലെ 13-ാം തീയതി ബന്ധപ്പെട്ട്, പിന്നെ 14-ാം തീയതി എന്ന് പറയും, പിന്നെ 15-ാം തീയതി എന്ന് പറയും, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പറയും പിന്നെ അല്ല 13-ാം തീയതി ആണെന്ന്. ഇതാണല്ലോ നിങ്ങളുടെ ഒരു മുഖമുദ്ര തന്നെ. വൈരുദ്ധ്യമാണല്ലോ. വൈരുദ്ധ്യമേ നിന്റെ പേരോ കുരുവട്ടൂർ ടൂറിസം. ഇനി വേറൊന്നും കൂടി പറയണ്ട കൽപ്പിച്ചാരാ. എന്നിട്ട് തൂക്കിക്കൊല്ലാൻ വകുപ്പുണ്ടോന്നാണ്. തൂക്കിക്കൊല്ലാൻ വകുപ്പുണ്ടോന്ന് അന്വേഷിക്കുന്ന സഖാഭിമാരെ, നിങ്ങളുടെ പിഴച്ച ആദർശത്തെ ഞങ്ങൾ ജനകീയമായി തൂക്കിലേറ്റുകയാണ്. കഅബ ചുമരിന്റെ പണിയെടുത്തു. ഇബ്രാഹിം നബി മുഖേന അല്ലാഹു പടുത്തു, കോഴി മുഖേന അല്ലാഹു മുട്ടയിട്ടു. ഏത് പ്രവർത്തനവും ഇവിടെ നമ്മൾ ഉറപ്പിക്കുന്നതല്ലേ സഹോദരങ്ങളെ, അല്ല ചെയ്യുന്നതല്ലാതെ ഇവിടെ ഒന്നുമില്ല. തടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മറുപടി ഉണ്ടെങ്കിൽ പറയേ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളെ സംബന്ധിച്ചത് ഒന്നുകൂടി ഞാൻ പറയട്ടോ, തബ്ലീഗ് ജമാഅത്ത് മുജാഹിദിലൊക്കെ പോകുന്നതിനേക്കാൾ ഭീകരാണ് ബലസ്ഥാപനത്തിൽ പോകുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്താ സംഭവം എന്നറിയോ? എല്ലാ നിലക്കും ഇമേജ് തകർന്നപ്പോഴാണ് യമനിൽ നിന്നൊരു കേസ് കിട്ടിയത്. അതിൻ്റെ പേരിൽ കയറിയിട്ട് ഇമേജ് ഉണ്ടാക്കി നേരെ കേരള യാത്ര നടത്തി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അടങ്കോലിട്ട് വന്നത്. കള്ളത്തരം പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരല്ലേ നമ്മൾ. കേട്ടില്ലേ? ഫുള്ള് വൈരുദ്ധ്യമാണ്. എന്റെ മുമ്പ് പറഞ്ഞത് എന്നുള്ളൊരു ഓർമ്മയില്ല. എന്താണ് എന്തെങ്കിലും മാറാനുള്ള കാരണം എന്താണ്? പറയണതിലൊരു ആത്മാർത്ഥത്തില്ല, പറയുന്നതിലൊരു ശ്രദ്ധയൊന്നുമില്ല. അപ്പം എന്താ തോന്നിയത് അതാണ് പറയാം, അത്രേ ഉള്ളൂ. അല്ല ആത്മാർത്ഥമായിട്ടൊരു പിന്നെ ഗണ്യതമായൊരു വിഷയത്തിൽ സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെ ആദ്യം പറഞ്ഞത് പിന്നെ മാറ്റി പറയേണ്ടി വരുന്നത് അത് ഓർമ്മ ഉണ്ടാവില്ലേ? അപ്പോൾ തൊള്ളയിൽ വരുന്നതാണ് പറയാന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നുമില്ല. ലക്ഷ്യം ഒന്ന് മാത്രം, സുന്നത്ത് ജമാഅത്തിനെ തകർക്കുക, എപ്പിക്കാർ തകർക്കുക എന്ന് മാത്രമാണ് ലക്ഷ്യം. വേറെ ലക്ഷ്യമല്ല. നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോകുന്ന അപ്പോൾ നിങ്ങൾ പറഞ്ഞത് എവിടെ വേണമെങ്കിലും പോയിക്കോളൂ. നിങ്ങളിപ്പോൾ പലയിടത്തും പോകുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾക്കെതിരെ എന്താ ഉപയോഗിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഇപ്പം നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് മൊല്ലാക്ക പറഞ്ഞ മാതിരി പറഞ്ഞില്ലേ, എന്നാ കുന്തം കടത്തിട്ടാന്ന് പറഞ്ഞ മാതിരി നിങ്ങളവിടേക്ക് എത്തുമ്പോൾ ഒക്കെ മസ്തലമാരാണ്. അവിടെ വിധേയത്വമില്ല, രാഷ്ട്രീയമല്ല, ദുന്യാവിൻ്റെ അതിപ്രസരമൊന്നുമില്ല. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിൻ്റെ ഒപ്പമുള്ള ഫോട്ടോ കണ്ടില്ല എല്ലാവരും. കുഞ്ഞാലിക്കുട്ടിയിൽ എന്ത് മാർക്ക് ഉണ്ടായിട്ടാണ്? അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, അതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. അദ്ദേഹം കേരളത്തിലെ എണ്ണപ്പെട്ട രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. ആ നിലക്ക് അദ്ദേഹത്തെ സമീപിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്തരം വിഷയങ്ങൾ ഞങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ മസാല പ്രശ്നം, അവിടെ സുന്നത്ത് ജമാഅത്തും വിഷയങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ കിതാബിൻ്റെ നടക്കഷ്ണം. അതുകൊണ്ടാണ് നിങ്ങൾ എതിർക്കണതല്ല. നിങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ പോകുന്നുണ്ട്, ആ പോണലൊക്കെ നമ്മൾ എതിർക്കുന്നുണ്ടോ? നിങ്ങളെതിർക്കുന്നത് നമ്മളെതിർക്കുക ഓരോ വിഷയങ്ങൾ പറഞ്ഞിട്ട് അത് നിങ്ങൾ തന്നെ ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് എതിർപ്പ് വരുന്നത്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.